പരിശുദ്ധനായ ദൈവത്തെ കാലകാലങ്ങളിൽ അവൻ നിലത്തെ നയിക്കുന്നതോടുകൂടിയാണ് നാടുകൾ വെച്ച് ഡെപ്യൂട്ടിമാർക്ക് അവർക്ക് വൈകിട്ട് മാറ്റത്തിനെതിരായി ഗാന്ധി ഫ്രാൻസിസ് പ്രചോദനയ്ക്കായി മകൾക്കായി സ്തുതിക്കുന്നു. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയപ്പെട്ടവരോട് അങ്ങനെ വാങ്ങി സ്തുതിക്കുന്നു. മാസത്തെ ലോകത്തെ അനുഗ്രഹിക്കുന്നത് ഭാരവാഹികളെ ആസ്വദിക്കുന്നത് അംഗങ്ങളെ അനുഗ്രഹിക്കുന്നത് സഭയുടെ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള പരസ്പരം കാണുവാനും മാറ്റുവാനും പ്രശംസിക്കുവാനും ഈ മഹത്തായ സഭയുടെ മര്യാദ പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്ററാണ് BS ഫ്രാൻസിസ് തിരുമേനി ഈ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ള റവറൻ TJ വിജയച്ചൻ വൈദിക സെക്രട്ടറി കേരളമായിട്ടുള്ള മലേറിയ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റും യോഗ അധ്യക്ഷനുമായ ശ്രീ VS സാർ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഗ്രാമതലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലുമുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച നമ്മുടെ സമുദായത്തിൽപ്പെടുന്ന ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജിയോ ജോപ്പി നയനൻ, MAC-JS ചെയർമാൻ, അതുപോലെ തന്നെ ലീഗൽ സെല്ലിൻ്റെ സെക്രട്ടറി, മലേറിയ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ എൽദോസ് ജോർജ്, അവിടെ ബഹുമാനപ്പെട്ട ഇടവക പട്ടക്കാർ, സഭാ ശുശ്രൂഷകന്മാർ, അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മലേറിയ സംരക്ഷണ സമിതിയുടെ വിവിധ യൂണിറ്റ് ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ഈ സമ്മേളനം പങ്കെടുക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന മലേറിയ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരെ, മാധ്യമ പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കന്യാകുമാരി മുതൽ ആരവല്ലി പർവ്വത നിരകൾ വരെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ പങ്കിടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ഭാരതത്തിന് പുറത്തുള്ള ശ്രീലങ്കയിലും ആയി അർപ്പിച്ചു കിടക്കുന്ന സഭയാണല്ലോ ദക്ഷിണേന്ത്യ സഭ. വിവിധ സംസ്കാരത്തിലുള്ളവരും വിവിധ ഭാഷ സംസാരിക്കുന്നവരുമായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു സഭ ദക്ഷിണേന്ത്യ സഭ അല്ലാതെ മറ്റൊരു സഭ ഭാരതത്തിലില്ല എന്ന് തന്നെ പറയാം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വന്നല്ലോ. അച്ഛനെ ഒരു മുഖവുര അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, അതിനൊക്കെ അതിൻ്റെ ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം സഹകരിക്കുന്ന ഈ സമ്മേളനത്തിന്റെ അനുമോദന സമ്മേളനത്തിൽ ഉദ്ഘാടകനായി ആരെ തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ തന്നെ വളരെ ഐക്യത്തോടെ തന്നെ എല്ലാവരും പറഞ്ഞൊരു പേര് അച്ഛൻ്റെയാണ്. ഈ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി അച്ഛൻ കടന്നു വരാൻ സമ്മതിക്കുകയും
ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന അവർ ജോയിയെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതായിട്ട് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. 1997 മലേറിയ സംരക്ഷണ സമിതി എന്ന സംഘടന നിലവിൽ വന്നപ്പോൾ ആ സംഘടനയുടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ VS ശാന്തൻ സാർ. തുടർന്ന് ഒരു കാലഘട്ടത്തിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അലങ്കരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2025 പ്രത്യേക സാഹചര്യത്തിൽ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാറെ കടന്നു അഭ്യർത്ഥിച്ചപ്പോൾ കമ്മിറ്റിയുടെ കൂടിയായിട്ട് സമ്മതിക്കുകയും വളരെ തിരക്കുകൾക്കിടയിൽ ഈ മലേറിയ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവി അലങ്കരിക്കുന്ന ശ്രീ VS ശാന്തൻ സാറിനെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ആദരിക്കപ്പെടുന്ന സുന്ദര പഞ്ചായത്ത് മെമ്പർമാർ. അതിലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ബിന്ദു സെബാസ്റ്റ്യൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർ നമ്മുടെ സമുദായത്തിൽ നിന്നുണ്ട്. ജോസഫ് H വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ശ്രീമതി സെലീനമ്മ യേശുദാസ് മൂന്നിലകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സ്നാനിമാണി വിരാജപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ശ്രീ ജോഷുവ വിരാജപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ശ്രീ ബാബു കേരി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. കൂടാതെ ഈ 10ഓളം ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളും നമ്മുടെ സമുദായത്തിൽ പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ പരാമർശിക്കേണ്ട ഒരു പ്രത്യേക കാര്യം മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിന്റെ ഒരു വാക്കുകളാണ്. നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് കടന്നിരിക്കും, അവിടെയാണ് ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത്. സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. അദ്ദേഹത്തിന്റെ സ്വപ്നമായ ഗ്രാമ സ്വരാജ് നിലവിൽ വരുന്ന 1994-95 കാലഘട്ടത്തിൽ അവരാ ഉത്തരവാദിത്വം നിറവേറ്റുക ചെയ്യും എന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളെ ആദരിക്കേണ്ടത്, അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങുകൾ നൽകേണ്ടത് നമ്മുടെ സമുദായ സംഘടനയുടെ ഒരു വളരെ പ്രധാനമായ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് നമ്മളുടെ ഒരു അനുമോദനം നൽകുന്നത്. അവസരത്തിൽ ഒന്നുകൂടി യോജിപ്പിക്കപ്പെടാനുള്ളത്, ഈ അവസരത്തിൽ നമ്മൾ നേരിടുന്ന കുറെ പ്രശ്നങ്ങളും കൂടിയുണ്ടല്ലോ. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗക്കാർ പൊതുവെയും ക്രിസ്തുമത സ്വീകരിച്ച മലയിലെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പ്രത്യേകമായും ധാരാളം പ്രശ്നങ്ങൾ ഈ അവസരത്തിൽ നമ്മൾ നേരിടുന്നുണ്ട്. ആളുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിട്ടുള്ള കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യനെ ഈ സമ്മേളനത്തിൽ ആദ്യമായി സ്വാഗതം ചെയ്യുക. അടുത്തതായിട്ട് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസഫ് H ആണ്. അദ്ദേഹത്തിന്റെ ഒരു കളക്ടറെ ജില്ലാ കളക്ടർ വിളിച്ചു കൂട്ടിയ യോഗമുണ്ട്, അത് പങ്കെടുക്കേണ്ടതുകൊണ്ട് എത്തി വരും. പക്ഷേ 2 മണിക്ക് വരില്ല, എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ മൂന്നിലകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സെലീനമ്മ യേശുദാസ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ ആദരവോടുകൂടി തന്നെ ഞങ്ങളുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ സ്റ്റാൻലി മാണി ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹത്തെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ജോഷി യോശുവ. അദ്ദേഹത്തെ ഈ അനുമോദന സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അതോടൊപ്പം തന്നെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ബാബു കെ ജെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഏരികാവ് പഞ്ചായത്ത് അംഗം ശ്രീ അലക്സ് ജോസഫ് ശ്രീ അലക്സ് ജോസഫിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ശ്രീമതി പ്രസന്ന സോമൻ ഏരികാവ് പഞ്ചായത്ത് മെമ്പറാണ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ജോഷി യോശുവ കടന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്ത് അംഗമായ ശ്രീമതി ഷൈനി ബേബി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മേരികാവ് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഷീബ ജോസഫ് മേരികാവ് പഞ്ചായത്ത് അംഗം ഷീബ ജോസഫ് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ക്രിസ്ത്യൻ ജോൺസൺ മേരികാവ് പഞ്ചായത്ത് അംഗമാണ്. ക്രിസ്ത്യൻ ജോൺസൺ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുനിൽ ഐസക് മേരികാവ് പഞ്ചായത്ത് അംഗമാണ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് പൂനിലവാണ്. ശ്രീ ചാർലി ഐസക് പൂനില പഞ്ചായത്ത് അംഗമാണ്. യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജെയിംസ് മാർവിൻ പൂനില പഞ്ചായത്ത് അംഗമാണ്. മുൻപ് പൂനില പഞ്ചായത്ത് പ്രസിഡന്റ് അംഗമായിരുന്നു. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ആശാനോ തോമസ് ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സുസമ്മ ഹസക്കിയൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജസ്റ്റിൻ ജോൺ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ലിൻസിമോൻ ജെയിംസ് പഞ്ചായത്ത് അംഗമാണ്. ലിൻസിമോൻ ജെയിംസ് സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് അവക്കുളം ഗ്രാമപഞ്ചായത്ത് ശ്രീമതി മേരിക്കുട്ടി സി ജെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സ്മിത ശാമുമൻ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് മുക്കം ശ്രീ ഐസക് ജോർജ് സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് വണ്ണപ്പുറം ശ്രീമതി ചന്ദ്രിക സാറിനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ഐസക് ജിത്ത് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ജനറൽ വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. രണ്ടാമതാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അന്നമ്മ പി ജെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് അംഗമാണ്. സ്വാഗതം ചെയ്യുന്നു. ഉടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി റോണിയ ജെറീഷ്
കുഞ്ഞാച്ചേരി സ്വാഗതം ചെയ്യുന്നു. തലനാട് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ഷിബി സാമുവൽ, ഒപ്പം ജോസഫ് ഡേവിഡ് രണ്ടുപേരും പഞ്ചായത്ത് മീറ്റിംഗുകൾ നടന്നുകൊണ്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് വൈകിയാണ് എത്തിച്ചേരും. അവരെയും സ്വാഗതം ചെയ്യുന്നു. ഒന്നുകൂടി ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള വിൽസൺ ജോർജ് ചേർന്നിട്ടില്ല. ഇത്രയും ജനപ്രതിനിധികൾക്കാണ് എല്ലാവരെയും എല്ലാ ജനപ്രതിനിധികൾ എല്ലാവരെയും നമ്മൾ മലേറിയ സംരക്ഷണ സമിതിക്ക് വേണ്ടി സാർവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന്റെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ എല്ലാവരെയും അതുപോലെ തന്നെ സഭാപ്രവർത്തകരെയും എനിക്ക് കൂടി സ്വാഗതം ചെയ്യുകയാണ്. ആസിന്റെ മലേറിയ സംരക്ഷണ സമിതിയിലെ എല്ലാ പ്രവർത്തകരെയും അംഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ മലേറിയ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും യോഗത്തിലേക്ക് എനിക്ക് കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്ത്യൻ സഭയുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന അച്ഛൻ, പിന്നെ ഇവിടെ ആദരിക്കപ്പെടുന്ന എല്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ, ആശംസാ സമരത്തിനായിരിക്കുന്ന അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ലീഗൽ സെക്രട്ടറി ശ്രീ ഹെൽദോസ്, നാഷണൽ സെക്രട്ടറി ശ്രീ ജോൺസൺ, കമ്മിറ്റി മെമ്പേഴ്സ്, സൗകര്യ സഹോദരന്മാർ, മറ്റുച്ച സമയമായതുകൊണ്ട് ആളുകളും പ്രതീക്ഷിച്ചത്ര ആളുകൾ വന്നിട്ടില്ല. നമുക്ക് തുടങ്ങാൻ പോകുന്നത് ആ സമയത്ത് ആരംഭിച്ചു ജനങ്ങൾക്ക് വരുന്നുണ്ട്. അനുമതിക്കുവാനും കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവർക്കും തിരുമേനി അറിയാം, പക്ഷെ വേണ്ടപ്പോൾ അറിയില്ല എന്നാണ് എനിക്ക് തന്നെ ബുദ്ധിമായിരുന്നു. തിരുമേനിയുടെ ചെറുപ്പകാലത്തിലേക്കും വഴിയിലേക്കും ചെറിയ സമയത്ത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പറയുന്ന രീതി നോക്കുമ്പോൾ അതുപോലെ തന്നെ ഞാൻ അറിയപ്പെടുകയാണ്. ചേർച്ചകൾ താമസമാക്കിയ ക്രിസ്ത്യാനികൾ സേനകളുടെയും വേദികൾ ഉൾക്കൊണ്ട രണ്ടുപേരെയും അതിനായി ഇലക്ടറൽ തലത്തുനിന്ന് മെയ് 12 തിരുവേനി ജനിച്ചു. സോമൻ എന്ന വിളിച്ചതിൽ ഈ ഫ്രാൻസിസ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും ഒപ്പം സെന്റ് മത്തിയാസ് ചികിത്സയിലെ സൺഡേ സ്കൂൾ പഠനവും ആരംഭിച്ചു. കുമാരകത്തിൽ പഠിക്കുമ്പോൾ നദീകരണ നടത്തിയ പരീക്ഷയിൽ 1ാം സ്ഥാനം സ്കോളർഷിപ്പ് നേടി. അക്കാലത്ത് ഭക്ഷ്യക്ഷാമമുണ്ടായി സമയം മൂലം ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഈ ഏകമാന സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മലയാള സംസ്ഥാന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് വി സാമോസ, CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ നിശ്ചീകരണ ഭാരത വർഷപ്പോളെ അഭിനയിക്കുന്ന മൂന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീരാമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബഹുമാനപ്പെട്ട ക്രിസ്തവ മഹാരാജ് വൈദികരെ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പേരുകളിൽ എല്ലാവർക്കും സ്നേഹമുണ്ട്. മലയാളി സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു ദിനത്തിലാണ് നമ്മൾ
ഇവിടെ കൂടിയിരിക്കുന്നത്. ആത്മീയ തലത്തിലും സാമൂഹിക തലത്തിലും നമുക്കുണ്ടായുള്ള നമ്മുടെ വ്യക്തിത്വത്തിലുള്ള നേട്ടങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ അഭിനന്ദിക്കുകയും അതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളെയും ഇവിടെ ക്ഷണിക്കുകയും ഇവയെക്കുറിച്ചുള്ള ഭംഗിയായിട്ട് ബോധിച്ചു. ഒരിക്കലും ഏതെങ്കിലും ഒരു പദവി വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല നമ്മുടെ ജില്ലയിലേക്ക് തൊട്ടടുത്ത് നിന്ന് അതിലേക്കുള്ള ഒരാളെന്ന നിലയിലേക്ക് എപ്പോഴും നല്ലതായിരുന്നു. ക്രിസ്ത്യൻ മഹാരാഷ്ട്രമായി തിരഞ്ഞെടുക്കപ്പെടേണ്ട ഇലക്ഷൻ വോട്ടിംഗ് വന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് കാൻഡിഡേറ്റ് നോമിനേഷൻ കൊടുക്കണം. എല്ലാവരും കൂടെ നിർബന്ധിച്ച് വളരെ നിർബന്ധിച്ചാണ് അങ്ങനെ ഒരു നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായത്. വിശദീകരിച്ച് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോഴും തിരുവയുടെ മനസ്സിൽ മറ്റൊരു ആളുണ്ടാകാൻ പേര് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശ്രമമില്ലാത്ത ഒരു ജീവിതത്തിനുടമയാണ് തിരുവേദി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരേ സമയം 5 പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചുകൊണ്ട് തൻ്റെ ഔദ്യോഗിക ജീവിതം നിർവഹിക്കുന്നുണ്ട്. ഒരു സമയം എൻ്റെ സ്കൂളിൻ്റെയും ജനസംഖ്യ സംഘത്തിൻ്റെയും ഒക്കെ സെക്രട്ടറി ആവുക, അതോടൊപ്പം മന്ത്രിയുടെ ചെയർമാനാവുക, അതുപോലെ വളരെ ഉദാഹരണപ്പെട്ട 5ഓളം ചുമതലകൾ അതെല്ലാം കൃത്യമായി ചെലവഴിക്കും. വളരെ തമാശക്കാണെങ്കിലും നാളെ കൊച്ചമാണ് ചിലപ്പോൾ പറയുന്നത് നിങ്ങൾ പകലുകളാണ് കാണുക. രാത്രിയിൽ 11 മണിക്ക് വരും, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോകും. കുഞ്ഞുങ്ങൾ വളർത്തുന്ന സമയമാണെങ്കിൽ അപ്പൻ കാണിച്ചു കൊടുക്കാൻ പറയാനില്ല. കൊച്ചുങ്ങൾ പറയാറുണ്ട്. അത്തരം ചുമതലകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരു മടിയും കൂടാതെ തിരുമേനി പ്രവർത്തിച്ചു. മാത്രമല്ല മിഷൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ എല്ലാ മിഷൻ ഫീൽഡുകളിലും ഹാൻഡിലായി ഇന്നത്തെ സൗകര്യങ്ങളും വന്നിട്ടുണ്ട്. പോയത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മിഷൻ ഫീൽഡുകളിലെ ബുദ്ധിമുട്ടുകൾ അറിയാൻ തിരുമേനിയെ ആഹ്വാനം ചെയ്യുന്ന സമയമുണ്ടായി. ഞങ്ങൾ നല്ല മിഷൻ ഫീൽഡിൽ ആളുകളായിരിക്കുന്നത് തിരുമേനി വാർത്തകൾ വാർത്തയുണ്ട്. ഈ സമയത്ത് നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം ചെയ്യുന്നതാണ്. പോരാടിക്കൊണ്ട് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ മുന്നിൽ ഈ ഓരോ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാം. ഒട്ടും ശ്രമകരമല്ലാതെ നമ്മൾ പറയുന്നത് ഒട്ടും ചെറുതല്ലാത്ത ഈ പ്രിയപ്പെട്ടവരിക്കുന്നത് അത് മാസത്തെ സഹോദരങ്ങളാണ് എന്നറിയുന്നതിൽ മാസത്തിനെന്നും അഭിമാനമുണ്ട്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഏറെ ശ്രദ്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉറപ്പുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഒരേ വേദിയിൽ കൊണ്ടുവരാനും കാണുവാനും സാധിച്ചതിനേറെ സന്തോഷവും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ത്രിതല പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വിവിധ പോസ്റ്റുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നറിയാം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ചില സ്ഥാനലബ്ധികൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ല. അത് നിങ്ങളുടെ മറുപടി പ്രസംഗത്തിൽ നിങ്ങൾ പറയുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രീമതി ബിന്ദു സെബാസ്റ്റ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ശ്രീമതി ബിന്ദു വന്നിട്ടില്ല.
അടുത്തത് സ്റ്റാൻലി മാണിയാണ്. നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നവാഗതനാണ്. എപ്പോഴും പുഞ്ചിരിയോടുകൂടി നമ്മളെ സമീപിക്കുന്ന ഒരു പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ് സ്റ്റാൻലി എന്നുള്ളത് നമുക്ക് സംശയമില്ല. നമ്മുടെ മാണിസാറിൻ്റെ മകൻ കൂടിയാണ്. ഇപ്പോൾ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ് എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. സ്റ്റാൻലി ഷോൾ അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് പോൾസിദാസിനെ മേഖലാ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. അടുത്തത് ജോഷിയാണ്. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. മൂന്നിലവ വാർഡും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട ജോഷിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് PJ ജോർജ് സാർ മേഖലാ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. അടുത്തത് ശ്രീമതി സെലിനാമ യേശുദാസാണ്. മൂന്നിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയിട്ടാണ് ശ്രീമതി സെലിനാമ ഷോളണിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രഷറായിരിക്കുന്ന മാസിന്റെ ട്രഷറർ KJ ജോൺസൺ സാറിനെ ക്ഷണിക്കുന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ബാബു KJ ആണ് അടുത്തത്. ശ്രീ ബാബു KJ ഷോളണിക്കുന്നതിന് വേണ്ടിയിട്ട് മാസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ സന്തോഷിനെ ക്ഷണിക്കുന്നു. അടുത്തത് ശ്രീമതി ആശാമ തോമസ് ആണ്. പഴക്കക്കാലം 4ാം വാർഡ് മെമ്പറും മൂന്നിലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന ആശാമ തോമസിനെ ഷോളണിക്ക് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് GOP പച്ചപ്പ ക്ഷണിക്കുന്നു. അടുത്തത് വാർഡ് പഞ്ചായത്ത് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സുനിൽ ഐസറാണ്. സുനിൽ ഐസറും നമുക്കറിയാവുന്നതുപോലെ മെമ്പർ എന്നുള്ളത് നവാഗതനാണെങ്കിലും ഒരു പൊതുസമ്മതനായ പൊതുപ്രവർത്തകൻ കൂടിയാണ്. സുനിൽ ഐസക്കിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് മാസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ബിജുവിനെ ക്ഷണിക്കുന്നു. അടുത്തത് മേലുകാവ് വാർഡ് 2ാം മെമ്പറാണ് ശ്രീമതി പ്രസന്ന സോമൻ. പ്രസന്ന സോമനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് മേലുകാവിനെ ക്ഷണിക്കുന്നു. അടുത്തത് മേലുകാവ് വാർഡ് 10 ഷീബ ജോസഫാണ്. ശ്രീമതി ഷീബ ജോസഫിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് മാസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ മേഴ്സി ജിതിനെ ക്ഷണിക്കുന്നു. ശ്രീമതി ഷൈനി ബേബിയാണ്. മേലുകാവ് വാർഡ് 4ആണ്. നമുക്കറിയാവുന്നത് 4ാം തവണയാണ് പ്രിയപ്പെട്ട മെമ്പർ വീണ്ടും ജയിച്ചു കയറിയിരിക്കുന്നതും എൻ്റെ സ്വന്തം മെമ്പറും കൂടിയാണ്. പ്രിയപ്പെട്ട ഷൈനിയെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് അനിത ബസിലെ ക്ഷണിക്കുന്നു. അടുത്തത് 1ാം വാർഡ് മെമ്പർ ചാർലി ഐസക്കാണ്. ചാർലി ഐസക്കിനെ ക്ഷണിക്കുന്നതിന് GOP ക്ഷണിക്കുന്നു. വാർഡ് 6ാം വാർഡ് മെമ്പറാണ് എസ്റ്റിൻ ജോണി ക്ഷണിക്കുന്നതിന് GOP ക്ഷണിക്കുന്നു. അതുപോലെ 7ാം വാർഡ് മെമ്പർ ശ്രീമതി ജിൻസിമോൾ ജെയിംസ് ആണ്. ജിൻസിമോളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട്
ജോൺസൺ അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചുകളെ ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്ത മേലുകാർ വാർഡ് 10ാം വാർഡിലെ മെമ്പറാണ് ശ്രീമതി ഷീബ ജോസഫ്. ഷീബ ജോസഫിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് മാസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിരിക്കുന്ന ശ്രീ വിനായക ദേവസ്യ അച്ഛനെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാരിക്കും അടുത്ത മുട്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഐസക് ജോർജ് ബാബു സാറിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കുന്ന ബിനുവിനെ ക്ഷണിക്കുന്നു. അടുത്തത് കഞ്ഞിക്കുഴി വാർഡ് മെമ്പറായിരിക്കുന്ന ഐസൻ ജിത്താണ്. ശ്രീ ഐസൻ ജിത്തിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് മാസ് എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷിനെ ക്ഷണിക്കുന്നു. കഞ്ഞിക്കുഴി വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീമതി അന്നമ്മ പീറ്റിയാണ്. അന്നമ്മ പീറ്റിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവാരത്തെ ക്ഷണിക്കുന്നു. അടുത്തത് കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സോണിയ ജഗീഷാണ്. ശ്രീമതി സോണിയ ജഗീഷിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് അനിത വിൽസനെ ക്ഷണിക്കുന്നു. ഇത് 3 വാർഡ് 12 ശ്രീ ജെയിംസ് മാമനാണ്. ശ്രീ ജെയിംസ് മാമനെ ക്ഷണിക്കുന്നതിന് സന്തോഷിനെ ക്ഷണിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ജെയിംസ് മാമൻ 2ാം തവണയാണ് മെമ്പറായിരിക്കുന്നത്. കൂടാതെ ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നുള്ള വലിയൊരു പദവിയും കൂടി വഹിക്കുന്നുണ്ട്. കൂടാതെ പൂഞ്ഞാർ ഏരിയ സെക്രട്ടറി കൂടിയാണ് വളരെ സഭാഗമായിരിക്കുന്ന ജെയിംസ് മാമൻ. അടുത്തത് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ് ആണ്. മേച്ചാൽ 3ാം വാർഡ് മെമ്പറായിരിക്കുന്ന സൂസമ്മ ഹെസക്കേലാണ്. നെക്സ്റ്റ് ശ്രീമതി സൂസമ്മ ഹെസക്കേലിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് മേച്ചിലോട്ട് ക്ഷണിക്കുന്നു. അടുത്തത് എൻ്റെ സഹപാഠിയും കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട മറിയാമ്മ ഫെർണാണ്ടസ് ആണ്. മറിയാമ്മ ലേറ്റായിട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു വാക്കുകൂടെ കേട്ടുകൊണ്ടാണ് ഒന്ന് എണീപ്പിച്ചിട്ടിരിച്ചത്. അത് മറിയാമ്മ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറിയാമ്മ നമുക്കെല്ലാം അറിയാവുന്ന കുടുംബശ്രീയുടെ ദീർഘകാലത്തെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു. വളരെ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന മറിയാമ്മ ഫെർണാണ്ടസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിനിയാണ്. ഒരു ക്ഷമാപണം ഞങ്ങൾ പറയട്ടെ. ഇന്ന് രാവിലെ വരെ ഞങ്ങൾ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്തിട്ട് ഏകദേശം 32 പേരെ കോൺടാക്ട് ചെയ്തു. കിട്ടിയ നമ്പറിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പറായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരു വലിയ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. ഇന്ന് രാവിലെ വരെ ഇത് നീണ്ടുപോയി. ആരെങ്കിലും എപ്പോഴെങ്കിലും ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് സംശയമുണ്ട്. കൃത്യമായി അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആദ്യം മുതൽ തുടങ്ങിയതാണ്. പക്ഷെ ചില ന്യൂനതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ അത് ഒരു ജനത്തോട് കാണിക്കുന്ന ക്ഷമയോടുകൂടി നിങ്ങളോടും ക്ഷമിക്കണം. ദക്ഷിണേന്ത്യ സഹോദരന്റെ മോഡലും CCSTകളുടെ മഹാരൂപ ബിഷപ്പും ഇന്ന് ഈ അനുമോദന സമ്മേളനത്തിലെ ഏറ്റവും പ്രധാന അതിഥിയുമായിരിക്കുന്ന അഭിവന്യ റൈറ്റർ VS ഫ്രാൻസിസ് തിരുമേനി ഈ
യോഗത്തിൻ്റെ അധ്യക്ഷൻ മാസ് പ്രസിഡന്റ് BS സാമുവൽ അവர்கள், ഈശ്വര മഹാവിദ്യാലയ റിലീസ് സെക്രട്ടറി, ആദിവാസി ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആയിരിക്കുകയും കുന്നത്തടി ജില്ലാ ചെയർമാൻ കൂടി ആയിരിക്കുന്നതാണ്. അതുമാത്രമല്ല, ആദിവാസി മേഖലയെക്കുറിച്ച് ആദിവാസികൾക്ക് വേണ്ടി വളരെ ദീർഘകാലമായി പ്രവർത്തിക്കുകയും അനുഭവ പരിചയമുള്ള ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കൂടിയായിരുന്ന ടീച്ചർ ജോയി അച്ഛൻ ഈ അനുബോധന സമ്മേളനത്തിൽ ത്രിതല പഞ്ചായത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള മാസിൻ്റെ നേതൃത്വത്തിലായിരിക്കുന്നവരെ, സ്നേഹം ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠ സഭാ ശുശ്രൂഷകരെ, വേദിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയ്ക്കും മലയാളി സമൂഹത്തിനും ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു അവസരമാണ് ഇന്നത്തെ ഈ സമയം എന്ന് പറയുന്നത്. ഒരുപക്ഷെ സദസ്സിൽ ആയിരിക്കുന്ന ആളുകളെക്കാൾ കുറവാണ് വേദിയിലെങ്കിലും തീർച്ചയായിട്ടും മാസ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ MAC JAC ലീഗൽ സെല്ല് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ച ആളുകളെ അനുമോദിക്കുന്നതിന്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ഇന്ന് സഭയുടെ നേതൃത്വത്തിൽ ഉന്നത പദവിയിൽ ആയിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള തിരുമേനി പദവിയേക്കാൾ സ്നേഹത്തിനും ശുശ്രൂഷയ്ക്കും താഴ്മയ്ക്കും വിനയത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന തിരുമേനി, തിരുമേനിയുടെ ഈ സ്ഥാനക്കയറ്റം അഭിമന്യ തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ്. ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈസ്റ്റ് കേരള മഹാനഗര അധ്യക്ഷനായിരിക്കുന്ന ഫ്രാൻസിസ് തിരുമേനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടാമതാണ് ശരിക്കും പറഞ്ഞ തിരുമേനിയുടെ സ്ഥാനാരോഹണത്തോടുകൂടി ഈസ്റ്റ് കേരള മഹാനഗരയ്ക്ക് കേരളത്തിലെ തന്നെ നമ്മുടെ മലയാളിയുടെ മഹാനഗര എന്നറിയപ്പെടുന്ന ഈസ്റ്റ് കേരള മഹാനഗരെ അഭിമാനമായിക്കൊണ്ട് രണ്ടാം തവണ ഒരു മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്ററെ കൂടെ കിട്ടിയിരിക്കുകയാണ്. അഭിവൃദ്ധ തിരുമേനിക്ക് സ്വർഗത്തിലെ ദൈവം മോഡറേറ്ററായിട്ട് സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് പ്രവർത്തിക്കുവാനുള്ള അവസരം നൽകട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു. ഒപ്പം തന്നെ അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടാതെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് ജോലി ശക്തമായ വാശിയേറിയ പോരാട്ടം നടത്തി വിജയശ്രീലാറിലായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളാണ് 29 പേരെയായിരുന്നു നമ്മൾ ആദരിക്കുന്നത്. നമുക്കറിയാം, ഇതിൽ തന്നെ പലരും 3 തവണ, 4 തവണ, 2 തവണ, ഈ ആദ്യ തവണയിലേക്ക് വിജയിച്ചതായിരുന്നവരാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ സ്വർഗത്തിലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി മികവുറ്റ ഭരണാധികാരികളായി അവരവരായിരിക്കുന്ന പഞ്ചായത്തുകളിൽ അവരുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ സമൂഹത്തിനും ഈ പൊതുസമൂഹത്തിനും ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അവരെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നാൽ മികവുറ്റ ഭരണം കാഴ്ചവെച്ചിട്ടും ഈ ശക്തമായ ചൂടേറിയ രാഷ്ട്രീയ ചൂടിൽ കൊടുങ്കാറ്റിൽ പെട്ട് ആടിയൊഴിഞ്ഞു പോയ ഈ വേദിയിലിരിക്കേണ്ട മാർഗം കിട്ടുന്നതിന് നമ്മുടെ കൂടെ സദസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയും നമ്മൾ അവരുടെ നല്ല പ്രവർത്തനങ്ങളെയും നമ്മൾ ഓർക്കണം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്കും നല്ല പ്രോത്സാഹനം കൊടുത്ത് അവരും മികവുറ്റ ഭരണാധികാരികളായി ഭരണരംഗത്തേക്ക് തിരിച്ചു വളർന്നുകൊണ്ട് നല്ലൊരു പ്രവർത്തനം നടത്താൻ അവരെയും ഇത് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടാതെ ആശംസകൾ അറിയിച്ച MAC JAC ചെയർമാനും മാസലേഖയുടെ അംഗങ്ങളുമായ
ബഹുമാനപ്പെട്ട ജിജോയ്ക്ക് ഞാനായിട്ട് അതുപോലെ ഇനി നന്ദി പറയുന്ന മലയാളി സംരക്ഷണ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ എം ജെ തോമസ്, സദസ്സിലും വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും. ഒരു സമൂഹമായി നമ്മളെല്ലാം പല പല ഘടകങ്ങളിൽ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. പള്ളിയുടെ ഭാഗം ഒന്ന്, മെമ്പർമാരുടെ ഭാഗം വേറെ ഒന്ന്, ജനങ്ങളുടെ ഭാഗം വേറെ ഒന്ന്, സംഘടനയുടെ ഭാഗം വേറെ. എന്നാൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഇന്ന് നമ്മളിവിടെ ആദരിച്ച അനുമോദനങ്ങളെ നമ്മൾ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള വലിയൊരു കാര്യമുണ്ട്. നിങ്ങളെയൊക്കെ നമ്മൾ കാണുന്നത് എസ്റ്റർ രാജ്ഞിയെ പോലെ തന്നെയാണ്. എസ്റ്ററിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാം. ഞങ്ങളൊക്കെ ഒരുപക്ഷെ വിമർശിക്കുമ്പോൾ നിങ്ങളത് മൊർദെഖായിയെ പോലെ കണ്ടാൽ മതി. കാരണം ചെയ്യേണ്ട പ്രവൃത്തികൾ യഥാസമയത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുന്നത് നമ്മുടെ സമൂഹത്തിനാണ് നഷ്ടപ്പെടുന്നത്. തിരുമേനിയുടെ മക്കൾ എവിടെയെല്ലാം പോയാലും ഒട്ടും ചെറുതാകുന്നില്ല എന്ന് തിരുമേനി അറിയിക്കാൻ ഞാൻ ഈ സമയം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പ്രിയപ്പെട്ട തിരുമേനിയുടെ നല്ല വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ സഹോദരന്നു. തിരുമേനിയായ സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവനാമത്തിനാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് പ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ഇടയാകുന്നതിൽ. നമ്മുടെ സംഘടനയുടെ മാസിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സാമൽ സാറ്, ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ C.A. ജോൺസൺ സാറ്, ആദരണീയനായ ഗംഗാജി ജോൺസൺ സാറ്, നമ്മുടെ സഭയുടെ സെക്രട്ടറി, ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ എല്ലാ സമയത്തും മുന്നിട്ട് നിൽക്കുന്ന ഉപയോഗിച്ചൽ, നമ്മുടെ പ്രിയപ്പെട്ട സഭാ ജില്ലാ ചെയർമാൻമാർ, ബഹുമാനായ അച്ഛന്മാർ, നമുക്കൊക്കെ അഭിമാനകരമായ വിജയം നേടി ത്രിതല പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വ്യക്തിമുദ്ര വഹിച്ചിട്ടുള്ള ബഹുമാനായ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അതുപോലെ ഇതിൻ്റെ ജോയിന്റ് കൗൺസിൽ തമ്മിലക്കാർ, പ്രിയപ്പെട്ടവർ, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാർപ്പണ. മാസ മലയാള സംരക്ഷണ സമിതി അത് മാസിൻ്റെ എന്തുമാത്രം പിന്തുണകൾ, പ്രവർത്തനങ്ങൾ, സപ്പോർട്ട് ഇവിടെ ഇരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പദ്ധതികളിൽ കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അവർ പറയും എത്ര കിട്ടി. ഒരുപാട് കിട്ടിയിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിലും മാസ് എന്ന സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഒരാളെ വിജയിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ സമുദായ അംഗങ്ങൾക്ക് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, മാസ് എന്ന ആ സംഘടന കീഴിലേക്ക് നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ പറയാം എങ്കിലും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് വളരെ വളരെ ഇനിയും നമ്മൾ എത്താൻ പറ്റാത്ത ഒരു പർവ്വതമാണ്. പല കാരണങ്ങൾ അങ്ങനെ ഉണ്ടാക്കാം. എന്നിരുന്നാലും അവരാരും ഞാൻ ഈ സമുദായത്തിൽപ്പെട്ട ആളല്ല എന്ന് പറയുന്നവരല്ല, പക്ഷെ ഒരുമിച്ച് പോകുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം കാണിക്കാറ് ഇല്ല. മാസം തന്നെ സംഘടനയായിട്ട് ഉണ്ടായതല്ല, ഇഷ്യൂ ബേസിലാണ് മാസം ഉണ്ടായത്. പ്രസരം ഉണ്ടായപ്പോഴാണ് മാസം പ്രസര പരിപാലനത്തിന് വേണ്ടിയാണ് മാസം. ഇന്നും അത് തന്നെ നിലനിൽക്കുന്നു. സംഘടന ശക്തിപ്പെട്ട് പ്രശ്നം അഭിമുഖീകരിക്കുകയല്ല, പ്രശ്നമുണ്ടായപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടായി. MLC-യും അതിൽ നിന്ന് വ്യത്യാസമല്ല. ഇനി ഏതൊരു സംഘടന ഇനിയുണ്ടായാലും അതും വ്യത്യാസമായിരിക്കത്തില്ല. കാരണം നമ്മൾ സംഘടനയായിട്ട് വന്ന് ശക്തിപ്പെട്ട് പ്രശ്നം അഭിമുഖീകരിക്കുന്നവരല്ല, അല്ലെങ്കിൽ നേടിയെടുക്കുന്നവരല്ല. പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെ തരണം ചെയ്യാൻ, അതിനെ അഭിമുഖീകരിക്കാൻ ഇതൊരു അനിവാര്യ ഘടകമായിട്ടുണ്ട്. ഇനിയും അതുതന്നെയാണ് നമ്മുടെ നിലനിൽപ്പിൽ ആധാരം. സാധാരണ പറഞ്ഞപ്പോൾ ഗവർണമെന്റ് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞപ്പോഴും
അതുപോലെ തന്നെ ജിത്മ നമ്മുടെ എന്തോ സാർ വന്നപ്പോഴും ഒക്കെ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിട്ട് വരുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ കയ്യിൽ വരുമ്പോൾ മാത്രമേ ജയിച്ചത് നമ്മൾ പറയുക. അതാണ് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. മലയാള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു അനുമോദനം നൽകിയതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. മാസിനോടുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വീണ്ടും നമുക്കിന്ന് അഭിമാനിക്കാം. നമ്മുടെ വിശാല ഡയസിൻ്റെ കീഴിൽ ഏകദേശം 30ഓളം അംഗങ്ങളാണ് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട് അതിലൊരു അംഗമാണ് ഞാൻ മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അത് എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, ദൈവത്തോടുള്ള പ്രാർത്ഥന, സ്വഭാവങ്ങളുടെ പ്രാർത്ഥനയും ആണ് എനിക്കിങ്ങനെ. എല്ലാ അച്ഛന്മാരും എനിക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെയും പ്രാർത്ഥനയാണ് ഞാനിങ്ങനെ ഈ നിലയിൽ നിൽക്കുന്നതറിയാം. അതുകൊണ്ട് ഞാൻ സ്ഥാനമേറ്റ് ആദ്യം തന്നെ വന്നത് നമ്മുടെ സഭയുടെ ഒരു കേസുമായിട്ടാണ്. ഞാൻ വന്ന 3-ാം ദിവസം തന്നെ നമ്മുടെ മങ്കുമ്പ് സഭയുടെ പോസ്റ്റിന് വേണ്ടിയുള്ള ഒരു കേസ് ആദ്യമായാണ് എൻ്റെ മേശപ്പുറത്ത് വന്നത്. അത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ടു. എങ്കിലും സെക്രട്ടറിയായി സംസാരിച്ചു. തക്ക സമയത്ത് തന്നെ ആ പോസ്റ്റിൽ അടച്ചു പൂട്ടണമെന്നുള്ള ഒരു ഓർഡറായിരുന്നു വന്നത്. എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ അത് ചെയ്തു. കുഴപ്പമില്ലാതെ ഇപ്പം നീങ്ങുന്നു. വീണ്ടും അതിന് പ്രശ്നങ്ങൾ ഇനിയുണ്ടെന്ന് അതിൻ്റെ കേസും മറ്റു കാര്യങ്ങളും എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ കൂടെ ആയിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് പോരാടിയാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ, കാരണം ഇത് മറ്റു പോസ്റ്റുകളിലൊക്കെയും ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനോട് സഭാമക്കളും എല്ലാ അച്ഛന്മാരും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് നിന്ന് നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടണം. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാള മാസിനോട് എനിക്ക് പറയാനുള്ളത്, ST വിഭാഗത്തിൽപ്പെട്ട അനേകരും ഇന്നും ചില കാരണങ്ങളാൽ തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഇന്നും ചിലരുടെയും ഇന്നലെയും ഇതുപോലത്തെ ഒരു കേസ് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ പിതാക്കന്മാരൊക്കെ പഠിച്ച സ്കൂളുകളിലെ സർട്ടിഫിക്കറ്റിൽ ആംഗ്ലോ ഇന്ത്യൻ, ആംഗ്ലോ ക്രിസ്ത്യൻ എന്തെങ്കിലും വിഭാഗത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനോ കൊടുക്കുന്നതിനോ സാധിക്കുകയില്ല. വില്ലേജ് ഓഫീസർ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ മലയാള STന്നും അവരുടെ ജ്യേഷ്ഠന്മാരുടെ പേര് ആംഗ്ലോ ഇന്ത്യൻ, ആംഗ്ലോ ക്രിസ്ത്യൻ എന്ന രീതിയിലൊക്കെയാണ് കിടക്കുന്നത്. അതിനുവേണ്ടി സഭാ നേതാക്കളും മറ്റ് എല്ലാ മാസിൻ്റെ പ്രവർത്തകരും നേരിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കി എത്രയും വേഗം അതിനൊരു കാരണം കണ്ടെത്തി നമ്മുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കാതെ ചെയ്തു തരണമെന്നാണ് ഞാൻ പറയുന്നത്. നന്ദി. അടുത്തത് ഇരട്ടുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോഷുവയാണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ അനുമോദന യോഗത്തിൻ്റെ അധ്യക്ഷൻ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ എല്ലാം നീങ്ങനായ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മോഡറേറ്റർ കൃഷ്ണയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ ഈ ശ്രീകണ്ഠനായുടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റിലീസാണ്. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അച്ഛൻ, നമുക്ക് ആശംസകൾ അറിയിച്ച ജിജോ അച്ഛൻ, അതുപോലെ ജോർജ്, എൻ്റെ പ്രിയങ്കരായിട്ടുള്ള കമ്പി സഹോദരന്മാർ, ഈ സംഘടന എനിക്കൊരു അനുമോദനം വരുന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു എന്നെ വിളിച്ചിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞങ്ങൾ പങ്കെടുക്കുന്നത് നമ്മളെ അനുമോദിക്കുന്ന ഒരു രണ്ട് ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കാതിരിക്കുന്ന കാര്യമില്ല. അപ്പോൾ അതിന് ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറഞ്ഞു എനിക്കാണ് താമസിച്ചുകൂടി. അതായത് ബ്ലോക്കിൽ ചെറിയ പരിപാടികളുണ്ടായിരുന്നു. നമ്മുടെ സാമൂഹിക ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളും കാര്യങ്ങളും വലിയ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം ഈ രണ്ടുപേരുടെ ബ്ലോക്കിൻ്റെ കീഴിലാണ് നമ്മുടെ ഇടപെടലിൻ്റെ സാമൂഹിക ആരോഗ്യമില്ല. അതുമായിട്ട് നമുക്ക് അവിടെ കുറച്ച് നമ്മുടെ സ്റ്റാൻഡി അടക്കമുള്ള ആൾക്കാർ
മൂലവർ ഡിവിഷനല്ല, നമ്മുടെ സ്റ്റാൻലി മാണിയാണ് മൂലവർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്നത്. നമ്മൾ ഒരാൾ പോലും ഇല്ലാത്ത ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ ജയിച്ചു വന്നിരിക്കുന്നത്. അതായത് ക്ലാസ്മാൻ ഡിവിഷനാണ്, അതായത് നമ്മുടെ കരപ്പനം പഞ്ചായത്ത് ആണ്. അതുകൊണ്ട് നമ്മുടെ കത്തോലിക്കപ്പള്ളി മാത്രമുള്ള ക്ലാസ്മാൻ പള്ളിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് വലിയ ഇതില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നത്. ഞാൻ തിരുവേനിയോട് പ്രാർത്ഥിക്കാനായിട്ടൊന്നും പറയാൻ വന്നില്ല, അത് പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ തിരുവേനിക്ക് ആ കൺഫ്യൂഷൻ ആകണ്ട എന്ന് വിചാരിച്ച് ഞാൻ വന്നില്ല. ഞങ്ങളുടെ പള്ളിയിലെ സർവ്വപ്പെട്ടക്കാരൻ അതുപോലെ അച്ഛനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച് അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു ജയം കിട്ടുകയും ചെയ്തു. ഞാൻ ഒരു 2015 തൊട്ട് കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും, 2015 തൊട്ട് 3 ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, കഴിഞ്ഞ ടൈം ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിട്ട് ഇതാണ്. ഇപ്രാവശ്യം നിൽക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞാണ് പ്രത്യേക സാഹചര്യത്തിൽ. നേരത്തെ പറഞ്ഞ പോലെ റിസർവേഷൻ വാർഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവിടെ നിൽക്കാനായിട്ടുള്ള ഒരു ഇത് അവർ എല്ലാവരും കൂടെ പാർട്ടി ലെവലിൽ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ പോയി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. അടുത്ത ശ്രീ സ്റ്റാൻലി മാണിയാണ് ഇരട്ടുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മലയോര സംരക്ഷണ സമിതിയുടെ അനുമോദന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VS മൂലവർ, നമുക്ക് സ്വാഗതം ആശംസിച്ച സംസ്ഥാന സെക്രട്ടറി CA ജോൺസൺ അവർ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത വൈദ്യ സെക്രട്ടറി PJ ബിജോയ് അച്ഛൻ അവർ, നമ്മുടെ ഈ അനുമോദന ചടങ്ങിൻ്റെ ഏറ്റവും മെയിൻ കാരണമായ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനി, അതുപോലെ നമുക്ക് ഏവർക്കും ആശംസകൾ അറിയിച്ച റവറൻഡ് GO പിനയൻ അച്ഛൻ, ശ്രീ എൽദോസ് ജോർജ് അവർ, കടന്നു വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഭാ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ ഒരു സമയത്ത് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം ഈസ്റ്റേർല ഡയസിസിനെ അപേക്ഷിച്ച് മലയേറിയ സമിതിയെ അല്ലെങ്കിൽ മലയേറിയ ആൾക്കാരെ സംബന്ധിച്ച് ഇത്രയധികം ജനപ്രതിനിധികൾ നമുക്ക് ഈ ഡയസിസിൽ ജയിച്ചു വരുവാനും സഭയെ പ്രതിനിധീകരിക്കാനും ഉള്ളൊരു അവസരം കിട്ടിയത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നത്തെ ടൈമിലാണെങ്കിൽ പോലും നമുക്ക് ഇത്രയധികം ഒരു ജനപ്രതിനിധികളെ നമുക്ക് ഡയസിന് കിട്ടിയതായിട്ടുള്ളൊരു രീതിയില്ല. ഏറ്റവും നമുക്ക് വിലപ്പെട്ടതെന്ന് പറയുന്നത് മുമ്പ് സംസാരിച്ചവർക്ക് പറഞ്ഞതുപോലെ നമുക്ക് ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്തിലോട്ട് ഒരു മെമ്പറെ നമുക്ക് കിട്ടുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തിരുമേനി നമ്മളോട് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും മത്സരിക്കുന്നത് സംവരണ സീറ്റ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് ജനറൽ സീറ്റ് വന്നു കഴിഞ്ഞാലും ആ ഒരു തോട്ട്, അതായത് എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളൊരു തോട്ടാണത്. ജനറൽ സീറ്റ് വരുമ്പോഴത്തേക്കും സംവരണത്തിലുള്ളവരായിരിക്കും മാറ്റുക, അവർക്ക് മത്സരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് പറയുക, സംവരണ സീറ്റ് വരുമ്പോൾ മാത്രം അവർ മത്സരിക്കുക, അവരൊന്ന് മാറ്റിയെടുത്ത് ജനറൽ സീറ്റ് വരുമ്പോൾ അതിലും നമ്മുടെ പ്രാതിനിധ്യം കാണിച്ച് വിജയം ഉറപ്പിച്ച് വിജയിച്ച് കയറുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് ശ്രീ ബാബു KJ ആണ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. നമ്മുടെ പ്രസിഡന്റ് VS സാമുവൽ, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ചതായ ജനറൽ സെക്രട്ടറി CA ജോർജ് സാർ, അതുപോലെ ആദരണീയനായ നമ്മുടെ കേരള മഹാനഗരയുടെ നമ്മുടെ എല്ലാം ദിശാപരമായിരിക്കുന്നതായ ബഹുമാനപ്പെട്ട ആദരണീയനായ നമ്മുടെ റൈറ്റ് റവറൻഡ് VS തിരുമേനി, അതുപോലെ നമുക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതായ നമ്മുടെ ഏറ്റവും സ്നേഹമുള്ളതായ TJ ബിജോയ് അച്ഛൻ, അതുപോലെ ആശംസ അറിയിച്ചതായ നമ്മുടെ ജോബി അച്ഛൻ, എൽദോസാണ് സെക്രട്ടറി, പ്രിയമുള്ള മാസിന്റെ നേതൃത്വം നയിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, അതുപോലെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷമുള്ളതായ ഒരു സമയമാണ് നമ്മളെല്ലാം ഇന്ന് ഇവിടെ ഉൾക്കൊള്ളുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു.
കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാവുകയും ഒറ്റക്കെട്ടായ്മ പ്രവർത്തിക്കുവാൻ ഒരു സാധ്യതകൾ ഒരുക്കുകയും ചെയ്യുന്നതായ നേതൃത്വം ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്വീകരണം തരുന്നത് 5 വർഷത്തെ ഉള്ളതായ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു ഉത്തരവാദിത്വത്തെ എത്തിക്കുക കൂടിയാണ് എന്നുകൂടിയാണ് ഞാൻ ഈ സമയം മനസ്സിലാക്കുന്നത്. കാരണം ഒരു സമുദായത്തിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട്, സമുദായത്തിന്റെ പേരിൽ നിന്നുകൊണ്ട്, കാരണം ഇന്നിവിടെ 30ഓളം പേരെ ആദരിച്ചുവെങ്കിൽ ശ്രീമതി ഷൈനി ബേബിയാണ്, മേലുകാവ് വാർഡ് 4. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുമോദന ചടങ്ങിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കനായ മാസിലെ പ്രസിഡന്റ് ശ്രീ VS ശിവമേലോൾ, നമ്മുടെ ഈ അനുമോദനത്തിന് ഉദ്ഘാടനം ചെയ്ത വൈദിക സെക്രട്ടറി TJ ബിജോയ് അച്ഛൻ, നമുക്ക് ഏറ്റവും അഭിമാനകരമായ ദക്ഷിണേന്ത്യ സഭ ഡെപ്യൂട്ടി ഡയറക്ടർ നമ്മുടെ VS ഫ്രാൻസിസ് തിരുമേനി, സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരായ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ, സ്നേഹം നിറഞ്ഞ മാസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവർദ്ധനം. വളരെ സന്തോഷത്തോടെ ഞാൻ ഈ വേദിയെ കാണുന്നു. കാരണം എൻ്റെ സഹോദരി, എൻ്റെ വാർഡുകാരിയുമായ മേബി സഹോദരി, ഞങ്ങളുടെ ചേച്ചി ഈ അനുമോദനത്തിന് വിളിക്കുകയും ഇത് 2ാമത്തെ അനുമോദനമാണ് ഞങ്ങൾ മാസിൻ്റെ മേലുകാവ് സെൻറ്ററിൻ്റെ നമുക്ക് കിട്ടിക്കഴിയും. അതിനുശേഷം 2ാമത്തെ ഞാൻ ഓർക്കുന്നത്, ഓരോ അനുമോദനവും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങളും അർപ്പണബോധവും കൂടി വരിക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കാൻ കരുതുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കട്ടെ. എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു, എൻ്റെ ഗുരുക്കന്മാരെ ഓർക്കുന്നു, എൻ്റെ സഭയെ ഓർക്കുന്നു, സഭയിലെ അധ്യക്ഷന്മാരെ ഓർക്കുന്നു. ഒരു മലയാളി വിഭാഗത്തിൽപ്പെട്ട് ജനിച്ച ഒരു ആളായിട്ടാണ് ഈ ജനപ്രതിനിധിയായിട്ട് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാൻ ജനറൽ സീറ്റിലാണ് മത്സരിച്ചത്. മേലുകാവ് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലാണ്. ഞാൻ 4ാം തവണയാണ് ജനപ്രതിനിധിയായിട്ട് വേദിയിലേക്ക് കടന്നു വരുന്നത്. തിരുമേനി പറഞ്ഞ ഓരോ വാക്കുകളും ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ഇലക്ഷൻ വരുമ്പോൾ നമ്മളോട് നമ്മുടെ സഹപ്രവർത്തകരും അല്ലെങ്കിൽ നമ്മുടെ സമുദായക്കാരും എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കണം എന്നുള്ളത് വളരെ ഒരു ചിന്തിക്കാൻ പറ്റിയ ഒരു കാര്യങ്ങളാണ് തിരുമേനിയോട് പറഞ്ഞത്. അടുത്ത ശ്രീമതി ഷീബ ജോസഫാണ്, മേലുകാവ് വാർഡ് 10. അഭിമന്യ തിരുമേനി, ഏറ്റവും ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛ, മലയാള സംസ്കൃത സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി, ഏറ്റവും പ്രിയപ്പെട്ടതായ ജനപ്രതിനിധികളെ, വൈദിക സിസ്റ്ററെ, ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ടാണ്. ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ട് പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഇരുന്നത്. അധികം ഒരു പ്രസംഗം നടത്തുന്നില്ല. എങ്കിൽ പോലും തിരുമേനി പറഞ്ഞ വാക്കുകൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കണം. ഞാനും ഒരു CC സഭയുടെ ഡെക്കഡയുടെ സഭാംഗമാണ്. 2010 തൊട്ട് തുടർച്ചയായിട്ട് ഇന്നുവരെ മത്സരിച്ച് നിൽക്കുന്നു. വലിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇപ്പം പ്രതിപക്ഷത്താണെങ്കിൽ പോലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. ഇതൊക്കെ നമുക്ക് നേടിത്തന്നത് ഈ സമ്പർക്കം എന്ന ഒരു ആനുകൂല്യമാണ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒരു പ്രാവശ്യം ജനറൽ സീറ്റ് മത്സരിച്ചുള്ളൂ, ബാക്കിയെല്ലാം സംവരണ സീറ്റിലാണ്. മലയാള സംരക്ഷണ സമിതി ആദ്യമായിട്ട് തോന്നുന്നു ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നു തോന്നുന്നു. കഴിഞ്ഞ ടേമുകളിൽ ഏതോ ഒരു വർഷത്തിലേക്ക് ഒരു അനുമോദന ചടങ്ങ് പങ്കെടുക്കാൻ നോക്കായിരുന്നു. ക്ഷണിക്കുന്നു. ഈ അനുമോദന മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ മാസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ VS രമേശ് സാർ, ദക്ഷിണേന്ത്യ സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ നമ്മുടെ ഇസ്തേളംഹാടയുടെ ബിഷപ്പായ VS ഫ്രാൻസിസ് തിരുമേനി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഇസ്തേളംഹാടയുടെ വൈദിക സെക്രട്ടറി ബിജോയ് അച്ഛൻ, എൻ്റെ പ്രിയമുള്ള ജനപ്രതിനിധികളെ, അച്ഛന്മാരെ, മാസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, യൂണിറ്റ് പ്രതിനിധികളെ, കഴിഞ്ഞ ദിവസം വീടുകാരുടെ ആദരവോട് ഞങ്ങൾ 3 കഴിയുകയുണ്ടായി. അതിന് വളരെ സാഹസിൻ്റെ ഒരു സ്ഥലത്തുമല്ല, സ്വന്തം വേണ്ടിയിട്ടുള്ള ആദരവാണ്
ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ ആദ്യം പറയാം. ആളിൻ്റെ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുറച്ച് വന്നുകൂടാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരില്ല. ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആൾക്കാർ വന്നുകൂടൂ. അത് നമ്മളൊരു സംശയത്തിലാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രത്യേകത കൂടെ. അപ്പം ആൾക്കാരുടെ വലിപ്പമല്ല ഞങ്ങൾക്ക് തന്ന ഈ അനുമോദനം മാസത്തോടുള്ള വളരെ എൻ്റെ ഹൃദയത്തിൽ ഭാഷയുള്ള നന്ദി ഞാൻ ആദ്യം അറിയുകയുണ്ടായി. അടുത്തത് മുണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ ഐസക് ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ അഭിനന്ദന തിരുമേനി, സ്റ്റേജിലിരിക്കുന്ന എൻ്റെ പട്ടക്കാരൻ കൂടിയായിരിക്കുന്ന ബിജു അച്ഛൻ, അതോടൊപ്പം തന്നെ വേദിയിലും സദസ്സിലൊക്കെ ആയിരിക്കുന്ന ബഹുമാനായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം 3ാമത്തെ മീറ്റിംഗാണ്. അല്പം ക്ഷീണമുണ്ട്, മറ്റു പലതുമായ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ തന്നെയും ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു. വളരെ തിരക്കിൻ്റെ ഇടയിലാണ് വന്നത്. എങ്കിൽ തന്നെയും നിങ്ങളെ കാണുവാനും പരസ്പരം കണ്ടുമുട്ടുവാനും ഒക്കെ കഴിഞ്ഞൊരു പ്രത്യേകിച്ച് അനുഭവമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങളായ നടുവിലെ കുടുംബാംഗങ്ങളായ അതിൻ്റെ ഔദ്യോഗിക ചുമതലയിലുള്ള ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് കൂടിയാണല്ലോ. എല്ലാവർക്കും എല്ലാവിധമായ അഭിനന്ദനം പ്രത്യേകം അറിയിക്കും. അതോടൊപ്പം തന്നെ മലയാള സമുദായ സംഘടന ഇപ്രകാരം ഒരു ക്രമീകരണം വെച്ചു. അതിൽ എന്നെ വിളിച്ചതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ഒരു ചെറിയ പ്രസംഗം പറയാമെന്നൊക്കെ വിചാരിച്ചാൽ നേരത്തെ ഇരുന്നത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ തിരക്കും ഞാനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി 2 പ്രോഗ്രാമിൽ കൂടി എനിക്ക് അറ്റൻഡ് ചെയ്യായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചെറിയ വാക്കുകളിൽ ഞാൻ മറ്റ് പ്രസംഗത്തിലൊന്നും കിടക്കാതെ എല്ലാവിധമായ അഭിവാദ്യങ്ങളും എല്ലാവർക്കും അർപ്പിക്കുന്നു. അടുത്തത് മൂന്നല ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ ജെയിംസ് മാമനാണ്. ജെയിംസിനെ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹവും ബഹുമാനമുള്ള മാസത്തിൻ്റെ തങ്ങളുടെ അധ്യക്ഷൻ, നമ്മുടെ ഈസ്റ്റ് കേരള മഹായുദ്ധയുടെ സഭയുടെയും പരമോന്നത സ്ഥാനത്തേക്ക് സ്ഥാനം ലഭിച്ച എത്രയും സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ തിരുമേനി VS ഫ്രാൻസിസ് തിരുമേനി, ബിജോയി അച്ഛൻ, നമ്മൾ കൂടുതൽ മുഖപരിക്കുന്നു പോകാതെ ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. ഈ 5 വർഷക്കാലം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത് ഞങ്ങളെ അയച്ച ദൈവത്തിന് ആദ്യം നന്ദി അർപ്പിച്ചുകൊണ്ടും, മൂന്നര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. മൂന്നര പഞ്ചായത്ത് ഈ പ്രാവശ്യം 14 മെമ്പർമാരുണ്ടെങ്കിൽ ആ 14 മെമ്പർമാരും ക്രിസ്ത്യാനികളാണ്. അതുപോലെ തന്നെ വാളക സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കൊരു പ്രത്യേകതയുള്ളത് 200 മീറ്ററിനുള്ളിൽ തന്നെ 4 മെമ്പർമാരാണ് വാളക സഭയിലുള്ളത്. കാരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറും മൂന്നര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറായിരിക്കുന്ന ഞാൻ. കാരണം ഞാൻ മത്സരിച്ചത് മൂന്നര തഴക്ക് വയൽ എന്നൊരു വാർഡ് സംവരണ സീറ്റ് കിട്ടിയതാണ്. ശ്രീമതി സോസമ്മ ഹെസക്കിയലാണ്. അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ബഹുമാന സ്നേഹമുള്ള സോമച്ച, ദക്ഷിണേന്ത്യ സഭയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മഹാരാഷ്ട്രയുടെ അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ബഹുമാന സ്നേഹമുള്ള VS ഫ്രാൻസിസ് തിരുമേനി, മാസിൻ്റെ എല്ലാ പ്രവർത്തകരും, വേദിയിലിരിക്കുന്ന അച്ഛന്മാരും, കടന്നു വരുന്ന സഹോദരങ്ങളും, എന്നോടൊപ്പം വിജയത്തിൻ്റെ തിളക്കത്തിൽ ആയിരുന്ന പ്രിയ സഹോദരങ്ങളും, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ മൂന്നര ഗ്രാമപഞ്ചായത്തിൻ്റെ 3ാം വാർഡ് മേച്ചറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയായി വിജയിച്ചു നിന്ന ഒരു മെമ്പറാണ്. ഒരു 10 വർഷം മുൻപ് ഒരു വീടിൻ്റെ 4 ചുവരുകളിൽ നിന്നും മേച്ചാറിൻ്റെ LP സ്കൂളിൽ ഒരു വിദ്യാഭ്യാസത്തിനായിട്ടാണ് ഞാൻ പൊതു പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുന്നത്. അവിടെ നിന്ന് 4 വർഷത്തിന് ശേഷം നമ്മുടെ മെമ്പർ സഭയുടെ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു 6 വർഷം ആകാറായി സഭയുടെ സെക്രട്ടറിയായിട്ട് ഞാൻ സേവനം ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ പൂർത്തി പറഞ്ഞില്ല. ശ്രീമതി സ്മിത ശ്യാമലാണ്. ശ്രീമതി സ്മിതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പരിശുദ്ധമായ നാമമായിട്ട് പെരുമാറട്ടെ. ഈ മലയുടെ സംരക്ഷണ സമിതിയുടെ അനുമോദന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം വഹിച്ച ശ്രീ VS
സമയ പ്രസിഡന്റ് സാറ് ആശംസിച്ച CA ജോൺസൺ സാർ സെക്രട്ടറി, നമ്മുടെ ഉദ്ഘാടനം നൽകിയ വൈദിക സെക്രട്ടറി CSI കേരള ഈസ്റ്റ് മഹായിടവക ഗവർണർ TJ ബിജോയി അച്ഛൻ എൻ്റെ ഒരു അമ്മാവനാണ്. നമ്മുടെ മോഡറേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട BA ഫ്രാൻസിസ് തിരുമേനി, ആശംസകൾ അർപ്പിച്ചു പോയ ജോബി നയനാൻ സാർ, എൽദോ സാർ, വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇങ്ങനെയൊരു അവസരത്തിൽ നിൽക്കുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അടുത്തത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരാണ് ശ്രീ ഐസൻ. മലയാള സംരക്ഷണ സമിതിയുടെ അനുമോദന വേദിക്ക് അധ്യക്ഷനായിരിക്കുന്ന പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ വേദിയിലും ഉപേക്ഷയായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകർ, പ്രിയ കുടുംബാംഗങ്ങളാണ്. ഏറെ സന്തോഷത്തോടെയാണ് ഈ വേദി നിൽക്കുന്നത്. കാരണം എൻ്റെ പഞ്ചായത്തുകാരനായ വ്യക്തിയോടൊപ്പം പ്രിയ ഫ്രാൻസിസ് തിരുമേനിയോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാം കൊല്ലമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വാർഡ് പ്രവർത്തനം ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി അവസരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ടൈമിൽ ST വാർഡിൽപ്പെട്ട് ST കാറ്റഗറി സീറ്റിലാണ് മത്സരിച്ച് ജയിച്ചു നിൽക്കുമ്പോൾ ഈ പ്രാവശ്യം ഞാൻ മത്സരിച്ച വാർഡ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പലരും പല സോഷ്യൽ മീഡിയകളിലും പല വാർത്തകളും വന്നതായിട്ട് കാണുവാനിടയ്ക്ക് നമുക്കുണ്ടാവും. മുൻപായിട്ട് ജനപ്രതിനിധികൾ പറഞ്ഞതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്നെ മത്സരിപ്പിക്കുവാൻ വേണ്ടി മുന്നോട്ടിറങ്ങി വന്ന സമയത്ത് ഞാൻ പാർട്ടി തന്നെ എന്നോട് പറയാനായിട്ട് തോന്നുന്നു, ST വാർഡിൽപ്പെട്ട വ്യക്തികൾ ST സീറ്റിൽ മത്സരിച്ചാൽ മതി, ജനറൽ ഭാഗത്ത് മത്സരിക്കാൻ ജനറൽ ഭാഗത്തുള്ള വ്യക്തികളുണ്ട് എന്ന് പറയുവാനിടയ്ക്ക് തോന്നുന്നു. പാർട്ടി യോഗം കൂടിയപ്പോൾ തന്നെ പാർട്ടി യോഗത്തിൽ നിന്ന് 2 പേര് മേൽക്കടങ്ങിലോട്ട് പോയപ്പോൾ തന്നെ അതിന് ഭൂരിപക്ഷം കിട്ടിയ എനിക്ക് മത്സരിക്കുവാൻ ഇടയാകാൻ വേണ്ടിയുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വാർഡ് പ്രസിഡന്റ് തന്നെ എനിക്ക് എതിരാളിയായിട്ട് അല്ല റിബലായിട്ട് മത്സരിക്കുവാൻ ഇടയായിരുന്നു. നമസ്കാരം. മലയാള സംരക്ഷണ സമിതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അതുപോലെ തന്നെ അനുമോദനങ്ങൾ ഏറ്റുപറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട വൈദ്യുതകരണം VS ഫ്രാൻസിസ് തിരുമേനി, ഇവിടെ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. കാരണം ക്രിസ്റ്റി എന്ന ഒരു വിഭാഗത്തിൽ നിന്ന് എൻ്റെ തെരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായിക്കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്തോടുള്ള പ്രദേശങ്ങളിൽ വളരെ വർഗീയമായ രീതിയിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ്. അതിനിടയിലൊന്നും ഒരു ജനറൽ വിഭാഗത്തിൽ നിന്ന് എന്നെ പോലെയുള്ള വ്യക്തികൾ ഈ സ്ഥാപനയിൽ കടന്നു വരുവാൻ ഇടയായി തീരുകയില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. പിന്നെ മാസികയും സംസാരിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച കഞ്ഞിക്കുഴി ഭാഗത്ത് ഞങ്ങൾ മാസിക ഒരു ക്ലബിൽ വിളിച്ചുകൂട്ടി. അവിടെ ഒരു 200 ആളുകൾ വെച്ച് 250-അടുത്തുള്ള ആളുകൾ അവിടെ വളർന്നുകൂടിയതാണ്. ഞാനിവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് വളരെ ദയനീയമായ ഒരവസ്ഥ തോന്നുകയുണ്ടായി. ഞാൻ ഓർത്ത് ഇവിടെ നിറച്ച് ആളുകളൊന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കടന്നു വന്നത്. ക്ഷമിക്കില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. ഞങ്ങൾ വിളിച്ചു കൂട്ടിയ ആ സമ്മേളനത്തിൽ 250 ആളുകൾ മിച്ചം കഞ്ഞിക്കുഴിയിൽ കടന്നു വന്നെങ്കിൽ ഇവിടെ ഈ ആളുകൾ കടന്നു വന്നാൽ പോരാ. കാരണം നമ്മുടെ ഒത്തിരി പ്രവർത്തനങ്ങളും കൂട്ടായ്മയും നേരായ രീതിയിലല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ക്ഷമിക്കണം. കാരണം അവിടെ അത്ര ആളുകൾ വന്നുകൂടാൻ സാധിച്ചില്ല, ഇവിടെ ഇത്ര ആളുകൾ കണ്ടാൽ പോരാ. കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ശ്രീമതി റോണിയ ജെറീഷ്. അധ്യക്ഷൻ പ്രസിഡന്റ് സാമൽ സാറും അസിസ്റ്റ CI ജോൺസൺ സാർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച TJ ബിജോയി അച്ഛൻ, ദക്ഷിണേന്ത്യ സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ തെരഞ്ഞെടുക്കാനായിട്ടുള്ള VS ഫ്രാൻസിസ് തിരുമേനി, ആശംസ അറിയിച്ച ജിയോജോ അച്ഛൻ, എൽദോ സാർ, പ്രിയപ്പെട്ട വൈദികർ, മറ്റ് പ്രമുഖ വ്യക്തികൾ, ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹവന്ദനം.
ആദ്യം തന്നെ ഞാൻ വലിയ പ്രാസംഗികമൊന്നും അല്ല കേട്ടോ. ഇവരെല്ലാം പറയണ കേട്ടുകൊണ്ട് ഞാൻ മറ്റ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജനപ്രതിനിധിയായിട്ട് ആദ്യമായിട്ടാണ് ഒരു പുസ്തകം പറയുന്ന പോലും ആദ്യമായിട്ടാണ്. അതിൻ്റെതായ എല്ലാ കുറവുകളും എന്നിലുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചടങ്ങ്, അനുവാദ ചടങ്ങ് ഒരുക്കി തന്ന മാസ് കമ്മിറ്റി അംഗങ്ങളോട് എല്ലാവരോടും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുമേനിയോട് എല്ലാവരും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാസിന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയായിരിക്കുന്ന ശ്രീ തോമസ് മച്ചേരി അവരുടെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എപ്പോഴും ചിരിക്കുന്ന ഒരു തിരുമേനി എന്നും പുറത്തിൻ്റെ ശ്രീമന്തോട് എന്നാണ് പറയുന്നത് എനിക്ക് ആദ്യം സംഭവം. അത് കഴിഞ്ഞാൽ ചേച്ചോളൂ. അപ്പോൾ അങ്ങനെ ഒരു തിരുമേനിയെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പസിപ്പി കാണുകയും ഈ അനുവാദ ചടങ്ങിനെ പറ്റി പറയുകയും ചെയ്തപ്പോൾ തിരുമേനി വളരെ സന്തോഷത്തോടുകൂടെ ഈ അനുവാദ ചടങ്ങ് വരാൻ സമ്മതിക്കുകയും ചെയ്തു. തിരുമേനിയോട് മലയാളി സമിതി പേരിലുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ നയിക്കുകയാണ്. അതുപോലെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അത്രയും ബഹുമാനായ വിജയ് അച്ഛനെ നമ്മുടെ സാമുദായികപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഓരോരുത്തരും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. അച്ഛനോട് ഈ മലയാളി സമിതിയിലുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അച്ഛന് ആദ്യം നന്ദി പറയാൻ എനിക്കറിയാം, പക്ഷേ സമയം പോയതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. കൂടാതെ ഇവിടെ ഇരുന്ന എനിക്ക് മെമ്പർമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ ബോർഡുണ്ട്. അടുത്ത ഒരു ഞങ്ങളുടെ സമ്മേളനം വരുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ കാണണം. ഈ കാര്യങ്ങളിൽ നമ്മുടെ സാമുദായികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ PSP ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും കോർപ്പസ് ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് നൽകുന്ന ഫണ്ട് മേടിച്ചെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു സമുദായ സംഘടന കൊടുക്കുന്നെങ്കിൽ മാത്രമാണ് കൂടുതൽ നമുക്ക് അതിന് കരുത്തേവാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ ആ തെരഞ്ഞെടുപ്പ് വന്ന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായി കൂടുതൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുമായി കൂടുതൽ അടുത്ത് നിന്ന് പ്രവർത്തിച്ച് നമുക്ക് കിട്ടാവുന്ന ഫണ്ട് കൂടുതൽ മേടിച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ കോടതി വിധിയെക്കുറിച്ചൊന്ന് പഠിക്കുന്നത്. 2024 ഓഗസ്റ്റ് മാസം 1 തീയതി സുപ്രീം കോടതി വിധി പ്രീമിയറേറും ഉപസംഹരണം എന്ന കൃതി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് ആരെയും അർത്ഥമറിയത്തില്ല. ആ വിധിയെക്കുറിച്ച് കൃത്യമായി വായിച്ചു പഠിച്ചാൽ നമ്മളുടെ നില എത്രയോ പരിതാപകരമാണ് എന്ന് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. മുഴുവൻ മെമ്പർമാർക്കും ഇവിടെ കാണുമ്പോൾ സഹകരിച്ച മുഴുവൻ മാധവന്മാർക്കും സഹോദരിമാർക്കും പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാ വൈദികർക്ക്, പ്രിയപ്പെട്ട ജീവപ്രിയാലച്ച്, പ്രിയപ്പെട്ട ജഗവച്ച്, അതുപോലെ പ്രിയപ്പെട്ട ബസുമതിവച്ച്, മാക്സിനച്ച്, പ്രിയപ്പെട്ട ജോസിയാച്ച്, പ്രിയപ്പെട്ട ജോസനാച്ച് തുടങ്ങി എല്ലാ വന്യ വൈദികരോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും മലയാള സംരക്ഷണ സമിതിയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ദൈവമായ പിതാവേ, ഈ അഭിമാനകരമായ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാസിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനരാജകമായ മെമ്പർമാർക്കും പ്രത്യേകമായി ദക്ഷിണേന്ത്യ സഭയുടെ സെക്രട്ടറി മോഡറേറ്ററും ഞങ്ങളുടെ മഹാരാജ കൃഷ്ണമാലികമായ കാശ്മീരിന് വേണ്ടിയിട്ടും സമിതമാലികമായ അനുബോധന യോഗപ്പെടുവാൻ ദൈവടിയാക്കിയായി സ്തോത്രം ചെയ്യുന്നു. അഭിവന്ധ്യ തിരുവേദിയായി സ്തോത്രം ചെയ്യുന്നു. കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാസിന്റെ പ്രസിഡന്റിന് വേണ്ടി, ഭാരവാഹികൾക്ക് വേണ്ടി വിഷയമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ വൈദിക സെഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെമ്പർമാരായി വിവിധ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായിരിക്കും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനമെല്ലാം അനുഗ്രഹമായി ദൈവം സഹായിക്കണമേ. ആമേൻ.
നമ്മോടും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോടും അവരുടെ ലളിതമായ പ്രവർത്തനങ്ങളും മാസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും